ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എന്നെ ശ്രവിക്കുന്ന എല്ലാ സഹോദരിമാർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. ശൂന്യംകാരത്തിയുടെ ക്യാരക്ടർ സ്റ്റഡിയോട് ബന്ധപ്പെട്ട് കഴിഞ്ഞ 2 ക്ലാസ്സുകളിൽ ശൂന്യം എന്ന സ്ഥലത്തെക്കുറിച്ചും ശൂന്യംകാരത്തി ജീവിച്ചിരുന്ന പശ്ചാത്തലത്തെക്കുറിച്ചും ചിന്തിക്കുവാൻ ഇടയായി. ഇന്ന് മുതൽ ശൂന്യംകാരത്തിയുടെ സ്വഭാവ ഗുണങ്ങളെക്കുറിച്ച് ഒന്നൊന്നായി പഠിക്കാം. ശൂന്യംകാരത്തി ഒരു ധനികയായ സ്ത്രീ. ഈ വിഷയത്തെ ആസ്പദമാക്കിയാണ് ഇന്ന് ചിന്തിക്കുവാനായി ആഗ്രഹിക്കുന്നത്. 2 രാജാക്കന്മാർ 4-ാം അധ്യായം 8-ാം വാക്യത്തിൽ ശൂന്യംകാരത്തിയെ പരിചയപ്പെടുത്തുന്നത് ഇപ്രകാരമാണ്: ശൂനേമിൽ ധനികയായ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. മലയാളത്തിൽ ധനികയായ സ്ത്രീ എന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. എന്നാൽ ഇംഗ്ലീഷ് വേർഷൻസിൽ പല വിശേഷണ പദങ്ങളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. കിങ് ജെയിംസ് വേർഷനിൽ എഴുതിയിരിക്കുന്നത് ദെയർ വാസ് എ ഗ്രേറ്റ് വുമൺ എന്നാണ്. അതിൻ്റെ അർത്ഥം മഹതിയായ സ്ത്രീ എന്ന്. വേറെ ഒരു വേർഷനിൽ പറയുന്നത് എ നോട്ടബിൾ വുമൻ എന്നാണ്. അതായത് എല്ലാവരും അറിയപ്പെട്ടിരുന്ന മികച്ച വ്യക്തിത്വം ഉള്ള ഒരു സ്ത്രീ എന്ന്. കൂടാതെ പ്രോമിനൻറ്റ്, വെൽത്തി, ഇങ്ങനെ പല വിധത്തിലാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഈ വിശേഷണ പദങ്ങളെല്ലാം ഒന്നിനോടൊന്ന് ബന്ധമുള്ളതാണ്. നമുക്ക് ഇപ്രകാരം പറയാം: ശൂനേമിൽ മഹതിയായ, എല്ലാവരും അറിയപ്പെട്ടിരുന്ന പ്രമുഖയായ ധനികയായ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. ഈ വിധത്തിൽ ഈ സ്ത്രീയെ അറിയുവാൻ കാരണം അവൾ ധനികയായിരുന്നെങ്കിലും തൻ്റെ സമ്പത്തിലല്ലായിരുന്നു ആശ്രയിച്ചിരുന്നത്. അവൾ ദൈവത്തിലാണ് ആശ്രയിച്ചിരുന്നത്. ദൈവം അവൾക്ക് നൽകിയ ധനം കൊണ്ട് അവൾ സമൂഹത്തിലും സ്വജനത്തിൻ്റെ മധ്യത്തിലും ധാരാളം സൽക്രിയകൾ ചെയ്തിരുന്ന ഒരു സ്ത്രീ ആയിരുന്നു. അതുകൊണ്ടാണ് അവളെ അവിടെ എല്ലാവരും അറിയപ്പെട്ടിരുന്നത്. എന്നാൽ കർത്താവായ യേശു ക്രിസ്തു ധനവാന്മാരെ കുറിച്ച് പറയുന്നത് എന്താണെന്ന് ഒന്ന് നോക്കാം. മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായത്തിൽ കർത്താവ് ഇപ്രകാരം പറയുന്നു: ധനവാൻ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത് പ്രയാസം. അതിൻ്റെ അടുത്ത വാക്യത്തിൽ വളരെ വ്യക്തമായി ഒരു ഉദാഹരണത്തോടുകൂടെ പറയുന്നു: ധനവാൻ ദൈവരാജ്യത്തിൽ കടക്കുന്നതിനേക്കാൾ ഒട്ടകം സൂചിക്കുഴയിലൂടെ കടക്കുന്നതാണ് എളുപ്പമെന്ന്. ഈ സൂചിക്കുഴ എന്ന് പറയുന്നത് നമ്മൾ തയ്ക്കുവാനായി ഉപയോഗിക്കുന്ന സൂചിയുടെ കുഴയല്ല. പണ്ട് കാലത്ത് പട്ടണങ്ങളുടെ സുരക്ഷയ്ക്കായിട്ട് വലിയ വീതിയുള്ള മതിലും ഉറപ്പുള്ള ഗേറ്റും ഉണ്ടായിരുന്നു. സന്ധ്യയാകുമ്പോൾ പട്ടണത്തിൻ്റെ സുരക്ഷയ്ക്കായിട്ട് ഈ ഗേറ്റ് അടച്ച് ഉറപ്പിക്കുമായിരുന്നു. എന്നാൽ മനുഷ്യർക്ക് അത്യാവശ്യം വെളിയിൽ പോകുവാനും അകത്തേക്ക് വരുവാനുമായി ഈ ഗേറ്റിൽ തന്നെ ഒരു ചെറിയ ഗേറ്റ് ഉണ്ടായിരുന്നു. ഈ ഗേറ്റിനെയാണ് സൂചിക്കുഴ അല്ലെങ്കിൽ ഐ ഓഫ് ദ നീഡിൽ എന്ന് പറഞ്ഞിരുന്നത്. ഇതിൽ കൂടി ഒരു മനുഷ്യന് കടക്കാമെങ്കിലും ഒട്ടകത്തിന് സാധിക്കുകയില്ല. കാരണം ഒട്ടകം വളരെ ഹൈറ്റുള്ള ഒരു ആനിമലാണ്. കർത്താവ് പറയുന്നത് തൻ്റെ സമ്പത്തിൽ, ദൈവത്തെക്കാൾ തൻ്റെ സമ്പത്തിൽ അധികം ആശ്രയിക്കുന്ന ധനവാന്മാരെ കുറിച്ചാണ്. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 24-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: നിങ്ങൾക്ക് ദൈവത്തെയും മാമോനെയും ഒരുമിച്ച് സേവിപ്പാൻ കഴിയുകയില്ല. ഒന്നുകിൽ ഒരുത്തനെ പകച്ച് മറ്റവനെ സ്നേഹിക്കും, അല്ലെങ്കിൽ ഒരുത്തനോട് പറ്റിച്ചേർന്ന് മറ്റവനെ നിരസിക്കും. ഇവിടെ മാമോൻ എന്ന് പറയുന്നത് പണമാണ്. തൻ്റെ ധനത്തോട് പറ്റിച്ചേർന്ന് ദൈവത്തെക്കാൾ അതിനെ കൂടുതൽ സ്നേഹിക്കുന്നത് ദൈവസന്നിധിയിൽ പാപമാണ്. അടുത്തതായി 1 തിമോത്തി 6:10 പൗലോസ് അപ്പോസ്തലൻ ഇപ്രകാരം പറയുന്നു: ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും മൂലമല്ലോ. ദ്രവ്യം ഉള്ളതല്ല പാപം, ദ്രവ്യത്തോടുള്ള അത്യാഗ്രഹമാണ് പാപം. നമ്മൾ ദ്രവ്യത്തിന് ദൈവത്തെക്കാൾ അധികം സ്ഥാനം നമ്മുടെ ഹൃദയങ്ങളിൽ നൽകുമ്പോൾ അതൊരു വിഗ്രഹമായി മാറുന്നു. വിഗ്രഹാരാധന ഒരു പാപമാണ്. വീണ്ടും താഴോട്ട് വായിക്കുമ്പോൾ അതേ അധ്യായത്തിൻ്റെ 18-ാം വാക്യത്തിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നു: ഈ ലോകത്തിലെ ധനവാന്മാരോടോ എനിക്ക് പറയുവാനുള്ളത്, നിങ്ങൾ ഉന്നത ഭാവം കാണിക്കരുത്. നമുക്ക് ധനം വർദ്ധിക്കുമ്പോൾ നമ്മൾ അറിയാതെ തന്നെ നമ്മളിൽ ഒരു ഉന്നത ഭാവം തോന്നുന്നു. നിഗളം, ഗർവം, ഇതെല്ലാം ഉന്നത ഭാവത്തിൻ്റെ പര്യായങ്ങളാണ്. നിഗളം ദൈവസന്നിധിയിൽ ഒരു പാപമാണ്. ലൂസിഫറിൻ്റെ വീഴ്ചയ്ക്ക് തന്നെ കാരണം നിഗളമാണ്. ഉന്നത ഭാവം ദൈവസന്നിധിയിൽ പാപമാണ്. അടുത്തതായി പറയുന്നത്, ഈ നിശ്ചയമില്ലാത്ത ധനത്തിലല്ല ആശ്രയിക്കേണ്ടത്. ഈ ധനം നിരന്തരമല്ല. ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് നന്മ ചെയ്ത് സൽപ്രവർത്തികളിൽ സമ്പന്നരായി ദാനശീലരും ഔദാര്യമുള്ളവരുമായി നിത്യജീവനെ പ്രാപിക്കേണ്ടതിന് ഈ വിധത്തിൽ ഉള്ള നിക്ഷേപങ്ങളെ സ്വരൂപിക്കുവാനാണ് പറയുന്നത്.
കർത്താവായ യേശു ക്രിസ്തുവും ഇപ്രകാരം പറയുന്നു, നിങ്ങളുടെ നിക്ഷേപങ്ങളെ പുഴുവും തുരുമ്പും കെടുക്കുകയും കള്ളന്മാർ തുറന്ന് മോഷ്ടിക്കുകയും ചെയ്യുന്ന ഈ ഭൂമിയിൽ സ്വരൂപിക്കരുത്. പുഴുവും തുരുമ്പും കെടുക്കാതെയും കള്ളന്മാർ തുറന്ന് മോഷ്ടിക്കാതെ ഇരിക്കുന്ന സ്വർഗത്തിൽ സ്വരൂപിക്കുവിൻ. ശൂനംകാരത്തി ഒരു നല്ല മാതൃകയായ സ്ത്രീയാണ്. അവൾ ലോകപ്രകാര സമ്പന്നയായിരുന്നെങ്കിലും അതിൽ മനസ്സ് വയ്ക്കാതെ സൽപ്രവർത്തികളിൽ സമ്പന്നയായാണ് ജീവിച്ചിരുന്നത്. തൻ്റെ സമ്പത്തിൽ ആശ്രയിക്കുന്നവൻ വീഴുമെന്ന് സദൃശ്യവാക്യത്തിൽ പറയുന്നു. എഫേസ്യ ലേഖനത്തിൽ ഇപ്രകാരം പറയുന്നു, നാം അവൻ്റെ കൈപ്പണിയായി സൽപ്രവർത്തികൾക്കായിട്ട് ക്രിസ്തുയേശുവിൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു എന്ന്. നമ്മളും കർത്താവിൻ്റെ ഹിതപ്രകാരം സൽപ്രവർത്തികളിൽ സമ്പന്നരായി നല്ല സാക്ഷ്യമുള്ള ഒരു ജീവിതം ജീവിക്കാം. ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.